ഹായ് ഓൾ, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മിർച്ചി ചിക്കൻ കബാബാണ്. അതിന് വേണ്ടി ഒരു 400 ഗ്രാം ബോൺലെസ് ചിക്കൻ നല്ല ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ തൈര്, ഒരു 4 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ക്യാപ്സിക്കം, പിന്നെ ആവശ്യത്തിന് ഒലിവ് ഓയിൽ, ഒരു 4 സ്ക്യൂർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ക്യൂർ നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് 1 മണിക്കൂർ നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ച് വേണം അതെടുക്കാൻ. ഫസ്റ്റ് ഈ തൈരും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അരപ്പ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഈ ചിക്കനിലോട്ട് നന്നായിട്ട് പുരട്ടണം. ഈ ബോൺലെസ് ചിക്കൻ നമ്മൾ ഫസ്റ്റ് ഇത് ക്യൂബായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി ഒരു കിച്ചൺ ടൗളിൽ വെച്ചാൽ ഇതിൻ്റെ ആ വെള്ളം എല്ലാം അതിൽ പിടിക്കും, നന്നായിട്ട് പോകും. അതിന് ശേഷമേ നമുക്കിത് ചെയ്യാവുള്ളൂ. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ച് വെക്കണം. അതിനുശേഷം വേണം, ഇത് പാനിലാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇതിനകത്ത് പെപ്പറിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ എരിവ് കുറവ് വേണ്ടവർക്ക് അതിൻ്റെ അളവ് കുറച്ച് വേണം എടുക്കാൻ. നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞ് ഈ ചിക്കൻ പീസ് എടുത്തിട്ട് ഇനി നമുക്കിത് സ്ക്യൂവറിലേക്ക് കയറ്റാം. ഈ ഓരോ പീസ് ഇങ്ങനെ സ്ക്യൂവറിലേക്ക് കയറ്റി, പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഈ ക്യാപ്സിക്കം കയറ്റുക, പിന്നെ വീണ്ടും ഓരോ പീസ് ഇങ്ങനെ. അപ്പം നമ്മുടെ കബാബ്സ് എല്ലാം ഞാൻ സ്ക്യൂവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അറ്റത്തൊരു ചെറിയ തക്കാളിയുടെ ചെറിയ പീസ്, അതൊരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്, അത് ആവശ്യമില്ല. ഇനി നമുക്കിത് പാൻ ഗ്രില്ലാണ് ചെയ്യുന്നത്, ഗ്രില്ല് ചെയ്തെടുക്കാം. ഇതുപോലൊരു ചെറിയ പാൻ എടുത്ത് അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചൂടായി കിടക്കുകയാണ് എണ്ണ, ഇത് ലോ ഫ്ലെയിമിലാക്കണം. നമുക്ക് ഓരോ കബാബും ഇതിലേക്ക് എടുത്ത് വെച്ച് പാൻ ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് അടച്ച് വെക്കരുത്, തുറന്ന് തന്നെ വെക്കണം. ഈ പാനിൽ വെക്കുമ്പോൾ നമുക്കിങ്ങനെ അകത്തി കുറച്ച് ഡിസ്റ്റൻസ് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം ഇത് വെക്കാൻ. നമുക്ക് എന്നിട്ട് വേവിച്ചെടുക്കാം. ഇനി ഓരോ കബാബും നമുക്ക് തിരിച്ചിട്ടെടുക്കണം. അരിച്ചിങ്ങനെ. അപ്പോൾ നമ്മുടെ കബാബ്സ് എല്ലാം നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ കറക്കി വേണം ഇത് നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ. ഇത് ആദ്യം നമ്മൾ ആ എണ്ണ ഒഴിക്കുന്നതല്ല, പിന്നെ ഇതിനകത്ത് എണ്ണയും ഒഴിക്കുകയും ചെയ്യരുത്. ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ കബാബ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഡിപ്പിനായിട്ട് ഞാനിവിടെ മിൻറ്റ് ചട്നിയാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ സാൻഡ്വിച്ചിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളും നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.